ഇന്ന് നമുക്ക് ഡബിൾ ഹോഴ്സിൻ്റെ ഈസി പാലപ്പം മിക്സ് വെച്ചിട്ട് അപ്പം ഉണ്ടാക്കി നോക്കിയാലോ. ഇപ്പോൾ ഒരു പാക്കറ്റ് പാലപ്പത്തിൻ്റെ മിക്സ് എടുത്തിട്ടുണ്ട്. അത് മിക്സിയുടെ ജാറിലേക്ക് പൊട്ടിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് ഒരു 4.5 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ഒരു 1/4 ടീസ്പൂണ് ഉപ്പും ചേർത്തിട്ട് അതിലേക്ക് ചെറു ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കണേ. വെള്ളത്തിൻ്റെ ചൂട് കൂടാതെ ശ്രദ്ധിക്കുക. വെള്ളത്തിന് ചൂട് കൂടിപ്പോയി കഴിഞ്ഞാൽ അതിൽ ഈസ്റ്റ് ആക്ടിവേറ്റ് ആവത്തില്ല, നമ്മുടെ മാവ് പുളിച്ച് വരത്തില്ല. അപ്പോൾ നമ്മുടെ കൈ കൊണ്ട് തൊടാൻ പറ്റുന്ന ചെറിയ ചൂടുള്ള വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് മിക്സിയുടെ ജാർ അടച്ച് അത് നമുക്ക് 1 മിനിറ്റോളം കണ്ടിന്യൂസ് ആയിട്ട് നല്ല സ്പീഡിലൊന്ന് അടിച്ചെടുക്കാം. മിക്സിയിലൊന്ന് അടിച്ചെടുക്കുമ്പോഴത്തേക്കും ഈ ഒരു രീതിയിൽ മാവ് വരും. ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് അടച്ചു വെച്ച് 1 മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. 1 മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും നമ്മുടെ മാവ് പുളിച്ച് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇപ്പം മാവിന് കുറച്ചുകൂടെ കട്ടിയായിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് ഇതൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് ലൂസാക്കി എടുക്കാതെ, എന്നിട്ട് ഇനി അപ്പച്ചട്ടിയിലേക്ക് ആവശ്യത്തിന് മാവ് ഒഴിച്ചിട്ട് ഒന്ന് ചുറ്റിച്ചെടുക്കാം. നിങ്ങൾക്ക് പൂവിൻ്റെ ഷേപ്പ് വേണമെങ്കിൽ അങ്ങനെയൊക്കെ ചുറ്റിച്ചെടുക്കാം കേട്ടോ. ഇനി അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം. നല്ല സൈഡ് മൊരിഞ്ഞ് അപ്പം വേണമെങ്കിൽ കുറച്ച് കൂടുതൽ സമയം വെച്ചാൽ മതി. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പമാണ്, നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു അപ്പത്തിന്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഇത് ട്രൈ ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു വട്ടമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ. ടാറ്റാ.